Hello everyone, welcome to my YouTube channel. Welcome to another episode of Tales of Winnie. രാവിലെ തന്നെ ഈശലുവിനെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് റെഡിയാക്കി നമ്മൾ ഇന്ന് ഈശലുവിനെയും കൊണ്ടൊരു സ്ഥലം വരെ പോവുക. വേറെ എവിടേക്കും അല്ല, നമ്മൾ ദുബായിലേക്ക് പോവുക. നമ്മൾ താമസിക്കുന്നത് അബുദാബിയിലാണ്. അബുദാബിയിൽ നിന്ന് ചുരുങ്ങിയത് 1 മണിക്കൂറിൻ്റെ ദൂരം മാത്രമേ ദുബായിലേക്കുള്ളൂ. പക്ഷേ ട്രാഫിക്കൊക്കെ കഴിഞ്ഞെത്തുമ്പോഴേക്കും ഒരു 1.5 മണിക്കൂർ എടുക്കും. അപ്പം നമുക്കിന്ന് ദുബായിലത്തെ വിശേഷങ്ങളാവാം അല്ലേ. ദുബായിൽ നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ദുബായ് സഫാരി പാർക്കാണ്. 3000-ലധികം ആനിമൽസ് ഉള്ള ഒരു പാർക്കാണ് ദുബായ് സഫാരി പാർക്ക്. നമ്മളിന്ന് ഈ പാർക്കിലേക്ക് പോകുന്ന മെയിൻ മോട്ടീവ് എന്ന് പറയുന്നത് 3000 ആനിമൽസിനെ കാണാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അതുകൂടാതെ 2 ത്രില്ലിംഗ് ആയിട്ടുള്ള സഫാരി അഡ്വഞ്ചേഴ്സ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. പിന്നെ 15-ൽ കൂടുതലുള്ള ആനിമൽസിൻ്റെ ക്ലോസ് ആയിട്ടുള്ള എൻകൗണ്ടറും നമുക്ക് അവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ സഫാരി പാർക്കിനുള്ളിൽ 2 ടൈപ്പ് ഓഫ് ടിക്കറ്റാണുള്ളത്. ഒന്ന് നോർമൽ ആയിട്ടുള്ള സഫാരി പാർക്കിൻ്റെ ടിക്കറ്റ്, മറ്റേത് സഫാരി ബണ്ടിൽ ടിക്കറ്റാണ്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തിട്ടുള്ളത് സഫാരി ബണ്ടിൽ ടിക്കറ്റാണ്. സഫാരി ബണ്ടിൽ ടിക്കറ്റിലാണ് ഇവിടുത്തെ 6 സോൺ നമുക്ക് കവർ ചെയ്യാൻ വേണ്ടി പറ്റുക. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് ആഫ്രിക്കൻ സോണിലാണ്. അപ്പോൾ ആഫ്രിക്കൻ വില്ലേജിൻ്റെ സ്റ്റാർട്ടിങ്ങിലാണ് നമ്മളുള്ളത്. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ ഡാൻസ് ഒക്കെ കളിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ 11 o'clock ആകുമ്പോഴാണ് നമ്മൾ പാർക്കിനകത്തേക്ക് കയറിയിട്ടുണ്ടായത്. ഇപ്പോൾ തന്നെ നല്ല വെയിലൊക്കെ ഉദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുട്ടികളായാലും വലിയവരായാലും നല്ലോണം എൻജോയ് ചെയ്യുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ നല്ലോണം പേടിച്ചിട്ടിരിക്കുകയാണ് അവർ ഡാൻസൊക്കെ കളിക്കുന്നതൊക്കെ കണ്ടിട്ട്. അടുത്തതാണ് മെയിൻ ആയിട്ടുള്ള ടാസ്ക്, ക്യൂ നിൽക്കൽ. ഈ പരിവേരത്ത് ഇത്ര ആൾക്കാർ ക്യൂ നിൽക്കുന്നത് വേറെ ഇടത്തേക്കും പോകാനല്ല, ഷട്ടിൽ ട്രെയിൻ ആക്സസിന് വേണ്ടിയിട്ടാണ്. ഷട്ടിൽ ട്രെയിൻ ആക്സസ് എല്ലാവർക്കൊന്നുമില്ല, സഫാരി ബണ്ടിൽ ടിക്കറ്റ് എടുത്ത ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ. സഫാരി പാർക്കിൻ്റെ നോർമൽ റേറ്റ് എന്ന് പറയുന്നത് 50 AED, പിന്നെ സഫാരി ബണ്ടിൽ ടിക്കറ്റിൻ്റെ റേറ്റ് 130 AED ഇൻക്ലൂഡിങ് വാറ്റ് ആണ്. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് സഫാരി ബണ്ടിൽ ടിക്കറ്റാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് തന്നെ ട്രെയിൻ ആക്സസും ഉണ്ടായിരുന്നു. ഏത് സോണിലേക്ക്, ഇവിടെ 6 സോണാണുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഏത് സോണിലേക്ക് പോകണമെങ്കിലും നമുക്ക് ട്രെയിൻ ആക്സസ് യൂസ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ആഫ്രിക്കൻ വില്ലേജ് കാണാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് സോൺ ഈസ് ആഫ്രിക്കൻ വില്ലേജ്. ആക്ച്വലി നല്ല വെയിലുള്ള സമയമായതുകൊണ്ട് തന്നെ നമ്മൾ സഫാരി ബണ്ടിൽ ടിക്കറ്റ് എടുത്തത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം കുട്ടികളെയും കൊണ്ട് വരുന്നവരൊക്കെ സഫാരി ബണ്ടിൽ ടിക്കറ്റ് തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. കാരണം ഇവരെയും കൊണ്ട് ഇത്രയും ദൂരം വാക്കിംഗ് ഒന്നും പോസിബിൾ അല്ല. ആഫ്രിക്കൻ വില്ലേജിലെ ഗൊറില്ല ആൻഡ് ചിമ്പാൻസി ഹൗസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഒരു ഹൗസിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആയിരുന്നു ഈ മിറർ സെൽഫി എടുക്കുന്നത്. അങ്ങനെ സെൽഫി എടുക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആഫ്രിക്കൻ വില്ലേജ് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോയി. ആഫ്രിക്കൻ വില്ലേജിലായിരുന്നു സ്നേക്ക് ഹൗസ് ഉണ്ടായത്. പക്ഷേ അതിന് മുന്നിലെ വലിയ ക്യൂ കണ്ടപ്പോൾ നമ്മൾ അത് സ്കിപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും ട്രെയിനിൽ കയറി നമ്മളിപ്പോൾ നേരെ പോകുന്നത് ഏഷ്യൻ വില്ലേജിലേക്കാണ്. ഏഷ്യൻ വില്ലേജിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ടത് ഈ ഒരു ഹിപ്പോപ്പൊട്ടാമസിനെ ആയിരുന്നു.
ഹിപ്പോപ്പൊട്ടാമസ് ഒരു സെമി അക്വാട്ടിക് ആനിമൽ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇനി നമുക്ക് പോകാനുള്ളത് എക്സ്പ്ലോറർ വില്ലേജിലേക്കാണ്. എക്സ്പ്ലോറർ വില്ലേജ് ആണ് ഇവിടുത്തെ ഫസ്റ്റ് അഡ്വഞ്ചർ ആക്ടിവിറ്റി. Welcome to Explorer Village. My name is Saeed and I'll be your tour guide this afternoon. Are we all happy to be here? Okay. Wow, who's not happy to be here? We have few rules. അങ്ങനെ ഒരുപാട് നേരം ക്യൂ ഒക്കെ നിന്നിട്ട് നമ്മൾ ഇതുപോലത്തെ വാനിൽ കയറിയിട്ടാണ് എക്സ്പ്ലോർ വില്ലേജ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. And at the end of the journey, we need you to please help us scan this QR code here. We need your feedback on how we can improve. This is our captain. His name is Captain Khalil. Not nothing to worry about. Weather is beautiful. Let's have fun together. അങ്ങനെ ഗേറ്റ് തുറന്നപ്പോൾ നമ്മൾ വാൻ നീങ്ങിക്കൊണ്ടിരുന്നത് ഒരു ബ്രിഡ്ജിന് മുകളിലൂടെ ആയിരുന്നു. ആ ബ്രിഡ്ജ് ആണെങ്കിലോ ഒരു പോണ്ടിലോ ആയിരുന്നു. അതൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള റൈഡ് തന്നെയായിരുന്നു. ഈ പോണ്ടിൽ നിറയെ ഹിപ്പോപ്പൊട്ടാമസ് ആയിരുന്നു ഉണ്ടായത്. അങ്ങനെ ആ പോണ്ടിൻ്റെ മുകളിലൂടെ നമ്മുടെ വാന് മുന്നോട്ടേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അടുത്തതായി നമ്മൾ കണ്ടത് ജിറാഫിനെ ആയിരുന്നു. നമ്മുടെ വലതുവശത്തായിട്ട് ഒരുപാട് ജിറാഫ് ഉണ്ടായിരുന്നു. അടുത്ത ഗേറ്റ് ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായത് ഒരുപാട് കുരങ്ങന്മാരെ ആയിരുന്നു. ആ കൂട്ടത്തിൽ ഒരു കുരങ്ങൻ നമ്മുടെ വാനിന് മുകളിലേക്ക് ചാടി കയറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് കുറേ ബബൂൺസിനെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. അവരും മങ്കീനെ പോലെയാണ് കാണാനെങ്കിലും അവരുടെ ഒരു ഫിസിക്കൽ അപ്പിയറൻസ് കുറച്ച് വ്യത്യാസമുണ്ട് മങ്കീനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അടുത്തതായിട്ട് നമ്മൾ കണ്ടത് അറേബ്യൻ ഒറിക്സിനെയാണ്. അറേബ്യൻ ഒറിക്സ് ആണ് UAE നാഷണൽ ആനിമൽ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു സൈഡ് അറേബ്യൻ ഒറിക്സും ഒരു സൈഡ് സീബ്രാസും ഉണ്ട്. അങ്ങനെ അറേബ്യൻ ഒറിക്സിനെ സീബ്രാസിനെയൊക്കെ കണ്ടിട്ട് നമ്മുടെ വാന് വീണ്ടും അവിടെ നിന്ന് മുന്നോട്ടേക്ക് നീങ്ങി. അടുത്തതായിട്ട് ഗേറ്റ് ഓപ്പൺ ആയപ്പോൾ നമ്മൾ കണ്ടത് സിംഹത്തിനെയാണ്. അപ്പോൾ ഈ ഒരു ബണ്ടിൽ ടിക്കറ്റ് വെർത്തായിട്ട് തോന്നിയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരുന്നു ഇത്. കാരണം ലയണിനെയൊക്കെ നമ്മൾ ഇത്ര അടുത്തുനിന്ന് കാണുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നില്ല. പക്ഷേ നമുക്കിവിടെ ഇത്ര ക്ലോസ് ആയിട്ട് ലയണിനെ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിലുള്ള സിംഹത്തിനെ പോലെ നല്ല ഉറക്കത്തിലായിരുന്നു ഇഷലും ഉണ്ടായത്. അതുകൊണ്ട് ഇഷലും ഇതൊക്കെ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു.
വണ്ടിയിലുള്ള ആൾക്കാരൊക്കെ സിംഹം വണ്ടീൻ്റെ മുകളിലേക്ക് കയറാൻ വേണ്ടിയിട്ടും ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടൊക്കെ സിംഹത്തിന് നല്ലോണം പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സിംഹം മൈൻഡ് പോലും ആക്കുന്നുണ്ടായിട്ടില്ല. അടുത്തതായിട്ട് നമ്മൾ കണ്ടത് റൈനോസേഴ്സിനെയാണ്. ആഫ്റ്റർ എലിഫന്റ് ലാർജസ്റ്റ് മാമൽ എന്ന് പറയുന്നത് റൈനോസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഈ റൈനോസിനൊക്കെ 3 കൊമ്പാണുള്ളത്. പൊതുവെ റൈനോസ് ഫുള്ളി എക്വാറ്റിക് അല്ല, പക്ഷെ ഒരു കൊമ്പുള്ള റൈനോസ് ആണെങ്കിൽ സെമി എക്വാറ്റിക് ആയിരിക്കും ബാക്കിയുള്ള റൈനോസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഈ കാണുന്ന റൈനോസ് സ്വിമ്മിങ് ഓപ്റ്റ് ചെയ്യില്ല. അതിന്റെ മെയിൻ കാരണം അതിന്റെ അമിതഭാരമാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു ബേബി റൈനോനെ കാണാൻ പറ്റുന്നുണ്ടാകും. ആ ബേബി റൈനോ എപ്പോഴും മദർ റൈനോൻ്റെ കൂടെ തന്നെയായിരിക്കും ഉണ്ടാകുന്നത്. അതിൻ്റെ മെയിൻ റീസൺ മദർ റൈനോ ഭയങ്കര പ്രൊട്ടക്റ്റീവ് ആയിരിക്കും. ഇവർക്ക് സ്വന്തമായിട്ട് ഗ്രേസ് ചെയ്യാനും നാവിഗേറ്റ് ചെയ്യാനും ആവുന്നത് വരെ മദർ റൈനോ എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. അടുത്തതായി നമ്മൾ വാന് നീങ്ങിയത് വീണ്ടും ഒരു പോണ്ടിൻ്റെ മുകളിലൂടെ ആയിരുന്നു. ആ പോണ്ട് നിറയെ മുതലകളായിരുന്നു. ഇതുപോലെ ഓരോരോ ആനിമൽസും ഓരോ കോമ്പൗണ്ടിനകത്ത് പ്രത്യേകം ഗേറ്റ് വെച്ചിട്ടാണ് അവരെ സംരക്ഷിച്ചിട്ടുള്ളത്. അടുത്ത ആനിമൽ ആയിരുന്നു ഡീർ അഥവാ മാൻ. ഇന്നത്തെ ദിവസം ഒരുപാട് ആൾക്കാരുള്ളതിനാൽ വാനിൻ്റെ സ്പീഡ് പതിയെ കൂടിക്കൂടി വന്നു. അങ്ങനെ വീണ്ടും നമ്മൾ അറേബ്യൻ ഒറിക്സിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ഗേറ്റ് തുറന്നപ്പോൾ അടുത്ത ആനിമലാണ് ഇനി ഈ കോമ്പൗണ്ടിലുള്ളത്. കടുവയുടെ ഒരു കൂട്ടമായിരുന്നു ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായത്. ഇവിടെ കുറച്ച് സമയം നമ്മുടെ വാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും വാൻ മുന്നോട്ടേക്ക് നീങ്ങി. അടുത്ത ഗേറ്റ് ഓപ്പൺ ആയപ്പോൾ ആ കോമ്പൗണ്ടിനകത്ത് ഉണ്ടായത് ഒട്ടകങ്ങളായിരുന്നു. ഈ ഒരു കോമ്പൗണ്ടിനകത്ത് ഒട്ടകങ്ങൾക്കിടയിൽ കുറച്ച് മാനുകളും ഉണ്ടായിരുന്നു. These are Samba deers. This animal, the male deers have antler on their
വാനിലുണ്ടായിരുന്ന ഗൈഡ് ഓരോ ആനിമലിനെ പറ്റിയും നല്ലോണം വിവരിക്കുന്നുണ്ടായിരുന്നു. അടുത്ത ആനിമൽ ആയിരുന്നു ഫിലിപ്പീൻസിൻ്റെ നാഷണൽ ആനിമൽ ആയിട്ടുള്ള ഏഷ്യൻ വാട്ടർ ബഫലോ. They are not as aggressive and dangerous like the Cape buffaloes we saw earlier. These are much more human friendly. You can domesticate them, you can get milk and beef from them, you can keep them at home. And as a matter of fact, their milk has high. അടുത്തതായിരുന്നു ചീറ്റ, ദ ഫാസ്റ്റസ്റ്റ് ലാൻഡ് ആനിമൽ. ചീറ്റയുടെ ദേഹത്ത് കാണുന്ന ബ്ലാക്ക് സ്പോട്ട്സ് അവരുടെ ഫറിൽ മാത്രം ഉള്ളതല്ല, അവരുടെ സ്കിന്നിലും കൂടി ഉള്ളതാണ്. ഒരു ചീറ്റയിൽ ഉണ്ടാവുന്ന സ്പോട്ട് പാറ്റേൺ മറ്റൊരു ചീറ്റയിൽ ഒരിക്കലും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇത് ചീറ്റയെ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി റിസർച്ചേഴ്സ് ഉപയോഗിക്കുന്ന രീതിയാണ്. അങ്ങനെ നമ്മൾ വാനിൽ നിന്നിറങ്ങി മറ്റുള്ള സോണുകൾ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. അടുത്തതായി നമ്മൾ എക്സ്പ്ലോർ ചെയ്തത് അറേബ്യൻ ഡെസേർട്ട് സഫാരിയാണ്. ഒരു ക്ലബ് കാറിലൂടെയായിരുന്നു നമ്മൾ അറേബ്യൻ ഡെസേർട്ട് സഫാരി കാഴ്ചകൾ കണ്ടത്. അറേബ്യൻ ഒറിക്സ് നമുക്ക് ഇവിടെയും കാണാൻ സാധിച്ചിരുന്നു. അടുത്തതായി നമ്മൾ കണ്ടത് അറേബ്യൻ റെഡ് ഫോക്സിനെ ആയിരുന്നു. വൈകുന്നേരം 6 മണി ആയതിനാൽ ക്ലബ് കാർ വളരെയധികം സ്പീഡിലായിരുന്നു മുന്നോട്ടേക്ക് നീങ്ങിയത്. ഇപ്പോഴത്തെ നമ്മുടെ ഗൈഡ് ഈ ക്ലബ് കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രൈവർ തന്നെയായിരുന്നു. അറേബ്യൻ ഒറിക്സ് 5 കൺട്രീസിൻ്റെ നാഷണൽ ആനിമലാണ്: ജോർദാൻ, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ ആൻഡ് UAE. അടുത്തതായി നമ്മൾ കണ്ടത് ലാർജസ്റ്റ് ബേർഡ് ഇൻ ദ വേൾഡായ ഓസ്ട്രിച്ചിനെയാണ്. സമയക്കുറവ് മൂലം നമ്മളുടെ ക്ലബ് കാർ വളരെ വേഗത്തിലായിരുന്നു നീങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെ നമ്മൾ ദുബായ് സഫാരി പാർക്കിലെ ഈ ഒരു ട്രിപ്പ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ.